അർത്ഥത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, യേശു പോലും ഇങ്ങനെ നിലനിർത്താൻ ആരംഭിച്ചത് ആ ഒരു അംശമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും ബോധനത്തിൻ്റെയും സത്ത. അഷ്ടഭാഗ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അവനവനിലെ സ്ത്രീയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. കരഞ്ഞവർ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കപ്പെട്ടവർ, ക്ഷമിച്ചവർ, ഇതൊന്നും പൊതുവെ ഒരു മാസ്കുലിൻ വാല്യൂ ആയിട്ട് ആരും ഗണിക്കുന്നില്ല. ഇപ്പോൾ പോലൊരു കാര്യത്തിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആണാണോ? ആ ചോദ്യം കൊണ്ടൊരാൾ അർത്ഥമാക്കുന്നത് ഒരാൾ എന്തുമാത്രം അഗ്രസീവാണെന്ന് വിളിക്കുന്ന വാക്കാണ് ആണെന്ന് പറയുന്നത്. നമ്മുടെ സിനിമകളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കിങ്ങനെ കോമഡിയായി മാറാൻ പോകുന്നത് അതുകൊണ്ടാണ്. സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആണെന്ന് കരുതുന്ന ആൾ അതിൻ്റെ നായകനായിരിക്കും. നായകനാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ്. അല്ലെങ്കിൽ തെരുവിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ എല്ലാവരെയൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ അവസാനിപ്പിക്കുമ്പോഴാണ് പല രീതിയിൽ, അതിപ്പോൾ ഈ ഫോർമാറ്റ് മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നതാണ് ഇങ്ങനെ